ജയ് സച്ചിദാനന്ദ. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ കൂടിയിരിക്കുന്ന പരമാത്മാവിനെ ഞാൻ അത്യന്തം ഭക്തിയോടെ ശിരസ് നമിച്ച് നമസ്കരിക്കുന്നു. നമസ്കാരം, നമസ്കാരം. ഗുരു ശിഷ്യ ബന്ധത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ്. ഗുരു ശിഷ്യൻ എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് സമർപ്പിക്കുന്ന ഈ സീരിയൽ കൊണ്ടുള്ള എൻ്റെ ഉദ്ദേശം ഇതാണ്. എല്ലാവർക്കും ഗുരുവിനെക്കുറിച്ചും ശിഷ്യസ്ഥാനത്തെക്കുറിച്ചും വ്യക്തമായ ഒരു അറിവുണ്ടാവണമെന്ന്. എങ്കിൽ മാത്രമേ അവർക്ക് തങ്ങളുടെ സംരംഭത്തിൽ നല്ല രീതിയിൽ മുന്നേറാനാവൂ. അതുകൊണ്ട് നല്ല ഫലം നേടാനുമാവും. ഗുരു എന്നാൽ ആരായിരിക്കണം? ആരെയാണ് യഥാർത്ഥ ഗുരു എന്ന് വിളിക്കാനാവുക? യഥാർത്ഥ ഗുരുവിൻ്റെ കടമ എങ്ങനെയാണ് നിറവേറ്റേണ്ടത്? യഥാർത്ഥ ഗുരു ഒരു ഗുരു ആയതിനു ശേഷം മറ്റൊരു ഗുരു ആവാൻ സാധ്യതയുണ്ടോ? ഒന്നിലധികം ഗുരുക്കളുടെ ആവശ്യമുണ്ടോ അതോ ആവശ്യമില്ലേ? ഒരു ഗുരുവിനെ നേടിയ ശേഷം ചിലർ വന്ന് പറയാറുണ്ട് അവർ വളരെ കൺഫ്യൂസ് ആയിരിക്കുകയാണ് എന്ന്. എല്ലാ സമ്പ്രദായങ്ങളിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഹിന്ദു സ്ത്രീ വിവാഹം കഴിച്ചാൽ അവൾക്ക് ഒരേ ഒരു ഭർത്താവേ ഉണ്ടാവുകയുള്ളൂ എന്ന്. രണ്ടാമതൊരു പുരുഷനെക്കുറിച്ച്, പരപുരുഷന്മാരെക്കുറിച്ച് അവൾ ചിന്തിക്കാൻ പോലും പാടില്ല. അതായത് ഒരേ ഒരു ഭർത്താവാണ് അവളുടെ സർവസ്വവും. അതേപോലെ മതങ്ങളിലും ഏതെങ്കിലും ഒരു ഗുരുവിനെ നമുക്ക് കിട്ടിയ ശേഷം ആ ഗുരുവായിരിക്കണം നമ്മുടെ സർവസ്വവും. മറ്റൊരു ഗുരുവിനെക്കുറിച്ച് നാം മനസ്സിൽ ചിന്തിക്കുന്നത് പോലും പാപമാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അന്യാശ്രയം എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? പല സമ്പ്രദായങ്ങളിലും പല മതങ്ങളിലും ഇങ്ങനെ പറയപ്പെടുന്നുണ്ട്. ജനങ്ങൾ കൺഫ്യൂസ് ആവാറുണ്ട്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഒരു ഗുരുവിനെ തങ്ങളുടേതായി സ്വീകരിക്കുന്നു. പിന്നീട് അവർക്ക് തോന്നാനിടയാവും ഈ ഗുരു എനിക്ക് ആവശ്യമുള്ളത് എന്താണോ അങ്ങനെയുള്ളൊരു വഴിയിലൂടെ എന്നെ കൊണ്ടുപോകുന്നില്ല. പലപ്പോഴും ചില ഗുരുവിൽ പ്യൂരിറ്റി ഉണ്ടാവുകയില്ല. ഇംപ്യൂർ ഗുരുവായി കാണപ്പെടുന്നു. പണ്ട് കണ്ടിരുന്ന ചൈതന്യമെല്ലാം ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ അവർക്ക് തോന്നും ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു ഗുരുവിന് ശേഷം മറ്റൊരു ഗുരുവിനെ സ്വീകരിക്കരുതെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ജീവകാലം മുഴുവനും മതപരമായ ഒരു ജീവിതം എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണോ? ഞങ്ങൾക്കിനി ഒന്നും ചെയ്യാനാവില്ലേ? ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നു. പല മനുഷ്യരും പല മതങ്ങളും ഇങ്ങനെ പറയാറുണ്ട്. അതായത് ഗുരു ഇങ്ങനെ ഉണ്ടായിരിക്കണമെന്ന് പല ഉദാഹരണങ്ങളും കഥകളിലൂടെയും പ്രവചനങ്ങളിലൂടെയും പറയുന്നുണ്ട്. ദത്താത്ര മഹാരാജാവിന് 22 ഗുരുക്കന്മാരുണ്ടായിരുന്നു. 22 ഗുരുക്കന്മാരെ കൊണ്ട് അദ്ദേഹം അന്തിമാഭിലാഷം നിറവേറ്റിയെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ടത് പാടില്ല? ഇതിനെക്കുറിച്ച് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ഈ വിഷയത്തിലും ഞാൻ നിങ്ങൾക്കെല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് ക്ലിയർ കട്ട്. ചിലപ്പോൾ എന്താണ് ഉണ്ടാകുന്ന എന്നാൽ ഗുരുവിനെക്കുറിച്ച് നാം വളരെ വലിയ വലിയ വ്യാഖ്യാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട്. ഗുരു ഇങ്ങനെ ഉണ്ടാവണം, അങ്ങനെ ഉണ്ടാവണം, ഇങ്ങനെ ഉണ്ടാവരുതെന്നൊക്കെ. എന്നാൽ ശിഷ്യൻ എങ്ങനെയായിരിക്കണം? നാം ശിഷ്യന്മാരാവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നാം എങ്ങനെയുള്ളവരായിരിക്കണം? അതിനെക്കുറിച്ചും പലപ്പോഴും ആലോചിക്കേണ്ടി വരും. അതിനുവേണ്ടിയും നാം തീർച്ചയായും തയ്യാറായിരിക്കേണ്ടതാണ്. ശിഷ്യൻ ഗുരുവിനെ ഏത് ദൃഷ്ടി കൊണ്ടാണ് കാണുന്നത്? ഏത് ദൃഷ്ടിയോടെയാണ് കാണേണ്ടത്? നമ്മുടെ ഹിതപ്രകാരമുള്ള ഗുരുവാണോ ഇത്? ഇങ്ങനെയുള്ള ചിന്ത നമ്മുടെ തലച്ചോറിൽ നിരന്തരമായിട്ടുണ്ടായിരിക്കേണ്ടതാണ്. എത്ര കാലം കൂടെയിരിക്കാനാവും, എത്ര കാലം കൂടെയിരിക്കാനാവില്ല, ഇവയെല്ലാം അറിഞ്ഞിരിക്കണം. ഇവയെല്ലാം വളരെ നന്നായി ക്ലിയർ ആയിരിക്കണം. എങ്കിൽ നിങ്ങളും ശിഷ്യ പദവിക്ക് വേണ്ടി വളരെ നന്നായി തയ്യാറായിട്ടുണ്ടാവും. ശാസ്ത്രത്തിൽ അതിമനോഹരമായി ശിഷ്യൻ എന്ന പദത്തിന് പറ്റിയ ഉദാഹരണം നൽകിയിട്ടുണ്ട്. ഏകലവ്യൻ ഏറ്റവും ഉന്നതനായ ഒരു യഥാർത്ഥ ശിഷ്യനായിരുന്നു. അയാൾ ഉത്തമനായിരുന്നു. എന്നാൽ ഈ കാലത്ത് ഇതുപോലെയുള്ള ശിഷ്യനെ കിട്ടുന്നത് വളരെ കഠിനമായിരിക്കും. എന്നാൽ അയാൾ ഒരു നല്ല ശിഷ്യനായിരുന്നു. പക്ഷേ നാമും അയാളെപ്പോലെ ആവണം എന്ന് പരിശ്രമിക്കേണ്ടതാണ്. കാരണം അയാൾ പ്രാപ്തമാക്കിയ നേട്ടം ഈ ലോകത്തിൽ മറ്റാർക്കും പ്രാപ്തമാക്കാൻ സാധിച്ചിട്ടില്ല. അത്തരത്തിലുള്ളതായിരുന്നു അയാളുടെ ഗുരുനിഷ്ഠ. ആ ഗുരുഭക്തി കൊണ്ടാണ് അയാൾക്കത് പ്രാപ്തമാക്കാനായത്. ഇതും നാം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ തലമുറയിൽ നാം കാണേണ്ടത് ഇതായിരിക്കണം. നാം ഏത് വിധത്തിലാണ് ആദർശമുള്ള ശിഷ്യന്മാരാകേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് നമ്മുടെ ഗുരുവിൻ്റെ കൃപ നിരന്തരമായി ലഭിക്കുന്നതായിരിക്കും. ആ ഗുരുവിൻ്റെ കൃപയിലൂടെ നമുക്ക് എന്തൊക്കെയാണോ പ്രാപ്തമാക്കാനുള്ളത് അത് പ്രാപ്തമാക്കാൻ സാധിക്കും.
കാരണം ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഗുരുവിൻ്റെ കൃപയുടെ മഹത്വം എന്താണ് എന്ന്. കൃപയുടെ മഹത്വം എത്ര വലിയതാണെന്ന് പറയാറില്ലേ? നിങ്ങളെ ഗുരുകൃപ മോക്ഷത്തിലേക്ക് എത്തിക്കുമെന്ന്. അതെത്ര വലിയൊരു കാര്യമാണ്. ഇതൊട്ടും നിസ്സാരമായ കാര്യമല്ല. അത് പ്രാപ്തമാക്കണമെങ്കിൽ ശിഷ്യനും അതുപോലെ തയ്യാറാവേണ്ടതാണ്. അവരതിന് പ്രാപ്തിയുള്ളവരായിരിക്കണം. ഇപ്പോൾ നമ്മുടെ ഭാരതീയ സമ്പ്രദായത്തിൽ സാധാരണ ജനങ്ങൾക്ക് ഗുരു, സദ്ഗുരു, ജ്ഞാനി, സത്പുരുഷൻ, സന്യാസി വര്യൻ ഇവരെക്കുറിച്ചെല്ലാം വളരെ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അവർക്കൊരു ക്ലിയർ കട്ട് ഡെഫിനേഷൻ ഒരിക്കലും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് ചിലപ്പോൾ മുനിവര്യന്മാരെ സത്പുരുഷന്മാരെന്ന് പറയുന്നു, അഥവാ സത്പുരുഷന്മാരെ ജ്ഞാനിപുരുഷന്മാരെന്ന് പറയുന്നു. ഗുരുവിനെ സദ്ഗുരു എന്ന് പറയുന്നു, സദ്ഗുരുവിനെ ഗുരു എന്ന് പറയുന്നു, ഗുരുവിനെ ജ്ഞാനി എന്നും പറയാറുണ്ട്. ഇവയെല്ലാം ഒന്നിനു മുകളിൽ ഒന്നായി എപ്പോൾ വായിൽ എങ്ങനെ തോന്നുന്നുവോ അങ്ങനെ ഓരോരുത്തർക്ക് ടൈറ്റിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഒന്നിനും കറക്റ്റ് ഡെഫിനിഷൻ മനസ്സിലാക്കാതെ തന്നെ നമ്മുടെ തലമുറയിൽ ജീവിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് ക്ലിയർ ഡെഫിനേഷൻ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ആരെയാണ് മുനിവര്യൻ എന്ന് പറയുന്നത്? ആരെയാണ് സത്പുരുഷൻ എന്ന് പറയുന്നത്? ജ്ഞാനി എന്ന് ആരെയാണ് പറയുന്നത്? സത്പുരുഷനെ നിങ്ങൾക്ക് ഗുരുവിൻ്റെ സ്ഥാനത്ത് സ്ഥാപിക്കാൻ സാധിക്കുന്നതാണ്. സ്വാമി, ഗുരു എന്ന് പറയാൻ സാധിക്കും. ആരെയാണ് സ്വാമിജി എന്ന് പറയുന്നത്? ഗുരു. എല്ലാ കാര്യങ്ങളിലും മാനസികമായ ബന്ധം അവസാനിച്ചിട്ടുണ്ടായിരിക്കും. മാനസിക ഹിതം ഉണ്ടായിരിക്കില്ല. ചിന്ത വളരെ പരിശുദ്ധ സ്ഥിതിയിലുള്ളതായിരിക്കും. അവർക്ക് യാതൊന്നിൻ്റെയും ആവശ്യമുണ്ടായിരിക്കില്ല. ഒന്നിനെക്കുറിച്ച് മോഹമുണ്ടാവില്ല. ധനത്തിലും വസ്തുക്കളിൽ നിന്നും അകന്നിരിക്കും. ആവശ്യമുണ്ടായിരിക്കും, പക്ഷേ അത് കണക്കിലെടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞേക്കാം. എന്നാൽ വസ്തുക്കളിലും പണത്തിലും മുഴുകിയിരിക്കുന്ന സ്വാമിജികളെ സ്വാമിജി എന്ന് വിളിക്കാനാവില്ല. സ്വാമിജിക്ക് പരിശുദ്ധമായ വ്യാഖ്യാനം ഇതാണ്. അതായത് അവർ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു, അവർക്ക് വേണ്ടിയല്ല. അവരുടെ ഭാര്യയും മക്കളും എന്നതിലല്ല അവരുടെ ജീവിതം. അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്, സമൂഹത്തിന് വേണ്ടിയുള്ളതാണ്, രാജ്യത്തിന് വേണ്ടിയുള്ളതാണ്. എങ്ങനെയാണ് ലോകത്തിൽ മതത്തിൻ്റെ ചലനം നടന്നുകൊണ്ടിരിക്കുന്നത്? ധർമ്മത്തിൻ്റെ പാതയിൽ നടക്കണം. ഇതായിരിക്കും രാവും പകലും അവരുടെ തലച്ചോറിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി അവർ ജീവകാലം എല്ലാം ചിലവാക്കുന്നു. അവരെയാണ് സന്യാസി എന്ന് പറയുന്നത്. വളരെ പവിത്രതയുള്ള ഒരു സന്യാസിയെ കിട്ടുന്നത് മഹാകഠിനമായിരിക്കും. ഭാരതത്തിൽ ഉണ്ടായിരിക്കും, ഉണ്ടാവില്ലെന്ന് പറയുന്നില്ല. കാരണം ഭാരതം സന്യാസിമാരുടെ ഭൂമിയാണ്. എന്നാൽ സാധാരണമായി കിട്ടാൻ പ്രയാസമാണ്. സന്യാസി എന്ന് ടൈറ്റിൽ കൊടുക്കുന്നില്ലേ, അവരെല്ലാവരും പരിപൂർണമായി പരിശുദ്ധതയുള്ളവർ ആയിരിക്കില്ല. സകല പവിത്രതയും ഉള്ളവരാണ് സന്യാസി. ധനവും വസ്തുവും ഉപേക്ഷിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നവർ. സ്വന്തം ഭാര്യയ്ക്കും കുട്ടികൾക്കും വേണ്ടിയല്ല. മകൻ്റെയും മകളുടെയും വിവാഹം ആഘോഷമായി ആഡംബരപൂർവ്വം നടത്തുന്നു. കോടിക്കണക്കിന് രൂപ ചിലവഴിക്കുന്നു. വളരെ വളരെ വലിയ ഷോ കാണിക്കുന്നു. എന്തൊക്കെയാണിന്ന് നടക്കുന്നത്? അവരെയാണോ സന്യാസി എന്ന് പറയുന്നത്? അതിനാണോ അവർ ജീവിക്കുന്നത്? ആ പണം മുഴുവനും എത്രയോ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കിയാൽ അത് നന്നായിരിക്കില്ലേ? അവർ എന്തൊക്കെ കരിഞ്ചന്തയും കുറുക്ക് വഴികളും പ്രയോഗിച്ചതുകൊണ്ടായിരിക്കും മകൻ്റെയും മകളുടെയും വിവാഹത്തിന് ഇത്രമാത്രം പണം ചിലവാക്കാൻ സമ്പാദിച്ചിരിക്കുന്നത്? ഇത് പരസ്യമാണ്, ഒളിച്ചു വെക്കാനാവാത്തതാണ്. ഗുരുദക്ഷിണ എന്ന രൂപേണയാണ് എല്ലാം സമ്പാദിക്കുന്നത്. ഗുരുദക്ഷിണയുടെ ആവശ്യം എന്താണ്? അവരവരുടെ മെയിൻ്റനൻസ്. ദാദാജിക്ക് ഒരു വലിയ സിദ്ധാന്തമുണ്ടായിരുന്നു. നമ്മുടെ മെയിൻ്റനൻസ് നമ്മുടെ സ്വന്തം പണം കൊണ്ട് നമ്മുടെ പ്രവർത്തനത്തിൽ നിന്നുള്ളതായിരിക്കണം. ഭക്തന്മാരുടെയോ ശിഷ്യന്മാരുടെയോ അദ്ദേഹം ആരെയും ശിഷ്യന്മാരാക്കിയിരുന്നില്ല. മറ്റുള്ളവരുടെ പണം കൊണ്ട് ഒരിക്കലും നമ്മുടെ ജീവിതം ജീവിക്കാൻ പാടില്ല. ഞാനത് വളരെ നന്നായി ഓർമ്മയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ദാദാജി എപ്പോഴും സ്വന്തം ജീവിതത്തിൽ അതൊരു നിയമമായി പാലിച്ചിരുന്നു. അദ്ദേഹം സ്വയം ഒരു വലിയ ബിസിനസ്മാൻ ആയിരുന്നു. ജട്ടി കോൺട്രാക്ടർ ആയിരുന്നു. ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ജ്ഞാനം പ്രാപ്തമാക്കിയപ്പോൾ ദാദാജി
ദാദാ ഭഗവാൻ എന്ന് വിളിക്കാറുണ്ടായിരുന്നു. എന്നാൽ ദാദാജി ആയിരുന്നു. ഭഗവാൻ എന്നത് വെറും പേരായിരുന്നു. അദ്ദേഹം ഭഗവാനല്ല, ഉള്ളിലിരിക്കുന്നതാണ് ഭഗവാൻ. അദ്ദേഹം എപ്പോഴും തൻ്റേതായ മെയിൻ്റനൻസ് സ്വന്തം ബിസിനസ്സിൽ നിന്നായിരുന്നു അനുഷ്ഠിച്ചുകൊണ്ടിരുന്നത്. വളരെ വലിയ ബിസിനസ്മാനായിരുന്നു, ജെട്ടി കോൺട്രാക്ടർ ആയിരുന്നു. ആ കാലത്ത് തന്നെ ലക്ഷങ്ങളുടെ കോൺട്രാക്ട് 1950s 60s അദ്ദേഹത്തിനുണ്ടായിരുന്നു. വളരെ വലിയ കോൺട്രാക്ട് ഏറ്റെടുത്തിരുന്നു, വളരെ വലിയ ജെട്ടികൾ നിർമ്മിച്ചിരുന്നു. പണത്തിനും ഒരുപാട് ആവശ്യമുണ്ടായിരുന്നു. എന്നാലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സിദ്ധാന്തമായിരുന്നു അത്. എന്താണത്? ഞാനൊരു നോൺ മെട്രിക് പേഴ്സൺ ആണ്. ഒരുപക്ഷെ ഞാൻ ജോലിക്ക് പോയിരുന്നെങ്കിൽ എൻ്റെ ശമ്പളം എത്രയായിരിക്കും? കൂടിയ പക്ഷം 500 രൂപ. അദ്ദേഹം എപ്പോഴും ഈ സിദ്ധാന്തത്തിലാണ് ജീവിച്ചിരുന്നത്. എൻ്റെ വീട്ടിലേക്ക് വെറും 500 രൂപ കൊണ്ടുവരാനുള്ള അധികാരമേ എനിക്കുള്ളൂ. ബാക്കി എത്ര തന്നെ പണം ഞാൻ സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും ആ സർപ്ലസ് പണം മുഴുവനും എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് കഴിയില്ല. പകരം അത് മുഴുവനും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കണം. ലക്ഷക്കണക്കിന് പണം വരുമായിരുന്നു. അതെല്ലാം നല്ല കാര്യങ്ങൾക്കായി അദ്ദേഹം ചിലവാക്കിയിരുന്നു. ഞാൻ തന്നെ അദ്ദേഹത്തിൻ്റെ പണത്തിൽ നിന്ന് എത്രയോ പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ടെന്നറിയാമോ? ബിസിനസ് നന്നായി നടന്നാൽ, നല്ല ലാഭം സമ്പാദിച്ചാൽ എല്ലാവരോടും പറയും നല്ല ലാഭം കിട്ടിയിട്ടുണ്ട്, ഈ പണം കൊണ്ട് എല്ലാവർക്കും ഒരു യാത്ര പോവാം എന്ന്. അതുപോലെ ഇത് ചെയ്യാം, അത് ചെയ്യാം. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പണം കൊണ്ട് ഞാൻ എത്രയോ യാത്രകൾ നടത്തിയിട്ടുമുണ്ട്. നിങ്ങൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ജ്ഞാനിയുടെയോ അല്ലെങ്കിൽ സന്യാസിയുടെയോ പണം കൊണ്ട് അവരുടെ ഭക്തന്മാർ സന്തോഷിക്കുന്നുണ്ടെന്ന്? ഞങ്ങൾ സന്തോഷിച്ചിട്ടുണ്ട്. ഈ കാലത്ത് നേരെ വിപരീതമാണ് കാണുന്നത്. ഭക്തന്മാരുടെ പണം കൊണ്ട് സന്യാസിമാർ സന്തോഷിക്കുന്നു, സന്തോഷിച്ച് ഉല്ലസിച്ച് അവയ്ക്കെല്ലാം പരിഹാരവും ചെയ്യുന്നു. ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ യഥാർത്ഥ സന്യാസിയുടേതായിരിക്കില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള പണം സ്വന്തം അധ്വാനത്തിൽ നിന്ന് ഉണ്ടാക്കണം. കുറഞ്ഞ പക്ഷം സ്വന്തം പോക്കുവരവിന് മാത്രം പണം ചിലവാക്കുക. അതിനേക്കാൾ കൂടുതൽ പണം എവിടെ നിന്നാണ് എടുക്കാനാവുക? നിങ്ങളുടെ കയ്യിൽ ബാക്കി പൈസ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാനാവും, അല്ലേ? നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ട്രാവലിങ്ങിന് എടുക്കൂ, പോവാനും വരാനുമുള്ള ടിക്കറ്റിനുള്ള പണം എടുക്കൂ, അങ്ങനെ എന്തെങ്കിലും. അത്രയേ എടുക്കാൻ പാടുള്ളൂ. നിങ്ങൾ എല്ലാം ത്യജിച്ചിരിക്കുന്നവരല്ലേ, സന്യാസിയല്ലേ. എന്നാൽ പിന്നെ ആഹാരത്തിന് ഭിക്ഷാം ദേഹിയായി വേണ്ടത് മാത്രം എടുത്താൽ മതി. കൂടുതലൊന്നും എടുക്കാൻ പാടില്ല. സ്വാമി വിവേകാനന്ദനെ കണ്ടിട്ടില്ലേ? അദ്ദേഹം ഭിക്ഷ എടുത്തിരുന്നു. എങ്ങോട്ടെങ്കിലും പോവാനും വരാനും ഒക്കെ പണം വസൂലാക്കും. ഒന്നും കിട്ടിയില്ലെങ്കിൽ നടന്നു പോകുമായിരുന്നു, അല്ലെങ്കിൽ മറ്റു മാർഗങ്ങളിലൂടെ. എന്നാൽ ഒരിക്കലും മറ്റുള്ളവരുടെ പണം കൊണ്ട് ഉല്ലസിച്ചാഘോഷിക്കാറില്ലായിരുന്നു. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ആരുടെ പക്കലെങ്കിലും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇവർ യഥാർത്ഥ സന്യാസിമാരല്ല, യഥാർത്ഥ ഗുരുവിൻ്റെ സ്ഥാനത്ത് സ്ഥാപിക്കാൻ യോഗ്യതയുള്ളവരല്ല എന്ന്. ഏതെങ്കിലും സന്യാസിമാരിൽ പണവും വസ്തുക്കളും, ഭാര്യ, മക്കൾ ഇവയിൽ അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കും. ദിവസം മുഴുവനും അവർ ഭാര്യയുടെയും മക്കളുടെയും പ്രശ്നങ്ങളിലായിരിക്കും. ദിവസവും 2-3 മണിക്കൂർ ഉപന്യാസവും മറ്റും നടത്തും. മാസത്തിൽ 1-2 പ്രാവശ്യം ഉപന്യാസത്തിൻ്റെ സമയത്ത് ഭക്തന്മാരോടൊത്തുണ്ടാവും. ബാക്കി സമയം മുഴുവനും അവർ തങ്ങളുടെ കുടുംബകാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഭാര്യയുടെയും മക്കളുടെയും കൂടെ ചിലവാക്കും. ചിലപ്പോൾ മക്കളുടെ മക്കളോടൊത്തും ചിലവാക്കും. വളരെയധികം കളിച്ച് രസിക്കുകയാവും. അങ്ങനെയുള്ളവർ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളവരല്ലെന്ന് മനസ്സിലാക്കണം. അവരുടെ കുടുംബത്തിന് വേണ്ടിയുള്ളവരാണ്. അവർക്ക് ഇതിലൊന്നും ഒരു ബന്ധവുമില്ല. ഇതൊന്നും യഥാർത്ഥ സന്യാസിമാരുടെ ലക്ഷണങ്ങളല്ല. എല്ലാറ്റിൽ നിന്നും വേർപെട്ടിരിക്കുന്നവരാണ് യഥാർത്ഥ സന്യാസി. അങ്ങനെയുള്ള സന്യാസിയെ കണ്ടുകിട്ടിയാൽ, ജ്ഞാനിയെ കിട്ടിയാൽ അതാണ് ഉത്തമം. അവർക്കെല്ലാം സമർപ്പിക്കുക. എന്നാൽ അവരെ കിട്ടിയില്ലെങ്കിൽ യഥാർത്ഥ സന്യാസിയെ അന്വേഷിക്കുക. അങ്ങനെയുള്ള സന്യാസിയെ കിട്ടിയാൽ അവരെ ഗുരുവിൻ്റെ സ്ഥാനത്ത് സ്ഥാപിക്കാൻ സാധിക്കും. എന്നാൽ ഒരു കാര്യം ആവശ്യമാണ്, അവരെ കണ്ടുപിടിക്കണം. അവരെ കണ്ടുപിടിച്ചാൽ പലർക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, പലർക്കും അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ സന്യാസിക്ക് പണത്തോട് മോഹമുണ്ടോ ഇല്ലേ എന്ന വസ്തുത ഞാൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതിന് അവരോടൊത്ത് കുറച്ചു കാലം കഴിയേണ്ടി വരും. അവരുടെ സമീപത്ത് നിന്ന് ശ്രദ്ധാപൂർവം വീക്ഷിക്കേണ്ടതാണ്. അവരുടെ അടുത്ത് സ്വർണമോ വെള്ളിയോ എന്തെങ്കിലും കൊണ്ടുപോകൂ. അവർക്ക് അത് ഗിഫ്റ്റായിട്ട് കൊടുക്കൂ. അവരത് സ്വീകരിച്ചാൽ മനസ്സിലാക്കണം ഇയാൾ സന്യാസി അല്ല എന്ന്. ഇയാൾ ശരിയാവില്ല.
ലോക്കൽ കാര്യങ്ങൾക്ക് പണം കൊടുക്കുകയാണെങ്കിൽ ഇയാൾ നാം തേടുന്ന വ്യക്തി അല്ല എന്ന് മനസ്സിലാക്കണം. ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും തങ്ങൾക്ക് വേണ്ടി ചിലവാക്കിയില്ലെങ്കിൽ അവർ പ്യുവർ ആണെന്ന് മനസ്സിലാക്കണം. ഇൻഡയറക്റ്റ് ആയിട്ട് എടുത്താലും അവർ ശരിയല്ല. പലപ്പോഴും എന്താണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ എപ്പോഴും വാങ്ങില്ല, വർഷത്തിൽ ഒരു പ്രാവശ്യം വാങ്ങിക്കും, ഗുരുപൂർണിമയുടെ അന്ന്. ഭക്തജനങ്ങൾ ദാനം കൊടുത്തുകൊണ്ടേയിരിക്കും. അവർ ചെക്സ് കൊടുക്കില്ല, വർഷത്തിലൊരിക്കൽ വലിയൊരു തുക സൈൻ ചെയ്ത് കൊടുക്കുന്നു. സംഗതി രണ്ടും ഒന്ന് തന്നെയല്ലേ? ഇവയിൽ നിന്നെല്ലാം അകന്നിരിക്കുമ്പോൾ മനസ്സിലാക്കണം, ഇദ്ദേഹമാണ് സന്യാസി, ഇദ്ദേഹത്തിന് പണത്തിൻ്റെ കാര്യത്തിൽ താല്പര്യമില്ല. ഇങ്ങനെ നിങ്ങൾ അന്വേഷണം നടത്തിക്കൊണ്ടേയിരിക്കണം. ശരിയായ ആരെങ്കിലും കിട്ടിയാൽ പറയൂ, നമസ്കാരം സ്വാമിജി, ഞാൻ അങ്ങേ നമസ്കരിക്കുന്നു. മനസ്സിൽ പറയൂ, അങ്ങ് എനിക്ക് പ്രയോജനപ്പെടില്ല, മറ്റുള്ളവർക്ക് വേണമെങ്കിൽ എനിക്കതിൽ എതിർപ്പൊന്നുമില്ല. പലർക്കും ഇമ്പോർട്ടഡ് സാധനങ്ങളോട് ഭയങ്കര ഭ്രമം തോന്നാറുണ്ട്. ഒരു സ്വാമിജി പറഞ്ഞു, ഞാൻ ലണ്ടനിലേക്ക് പോവുകയായിരുന്നു. അയാൾ പറഞ്ഞു, ലണ്ടനിൽ നിന്ന് എനിക്കൊരു പഷ്മീന ഷാൾ വാങ്ങിച്ചു കൊണ്ടുവരണം എന്ന്. ഞാൻ ചോദിച്ചു, പഷ്മീന ഷാൾ ലണ്ടനിൽ നിന്നോ? ഞാൻ കുറേ നേരം ചിന്തിച്ച ശേഷം ചോദിച്ചു, അത് കാശ്മീരിലല്ലേ കിട്ടൂ, ലണ്ടനിൽ എങ്ങനെയാണ് ഉണ്ടാവുക? അപ്പോഴദ്ദേഹം പറഞ്ഞു, എക്സ്പോർട്ട് ക്വാളിറ്റി അവിടെയേ കിട്ടൂ, ഇവിടെ കിട്ടില്ല. ഞാൻ ചോദിച്ചു, എക്സ്പോർട്ട് ക്വാളിറ്റി പഷ്മീന ഷാളിന് എന്ത് വിലയുണ്ടാവുമെന്നറിയാമോ നിങ്ങൾക്ക്? കുറഞ്ഞത് 75,000-ഓ 1,00,000-ഓ 2,00,000-ഓ കാണും. സ്വാമിജിക്ക് അതിൻ്റെ ആവശ്യം എന്താണ്? അയാൾ പറഞ്ഞു, ഭയങ്കര ലോലമായിരിക്കും, അതുകൊണ്ട് ട്രാവലിങ്ങിൽ കൊണ്ടുപോകാൻ വളരെ എളുപ്പമാണ്. കുറച്ച് കട്ടി കൂടുതലുള്ളത് വാങ്ങിയാൽ നല്ല ചൂടുണ്ടാവുമല്ലോ. ഇത് മോഹമല്ലേ, വസ്തുക്കളോടുള്ള മോഹം. അയാൾ പറഞ്ഞു, എനിക്ക് ഇമ്പോർട്ടഡ് ഡ്രസ്സ് വേണം ധരിക്കാൻ, കുർത്ത വേണം, വേറെ എന്തൊക്കെയോ വേണം. ഇവയെല്ലാം മോഹങ്ങളാണ്. അതേസമയം സ്വയം സമ്പാദിക്കുകയാണെങ്കിൽ ഞാൻ ധാരാളം ഇമ്പോർട്ടഡ് സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ അത് എൻ്റെ പണം കൊണ്ടാണ് വാങ്ങുന്നത്, മറ്റുള്ളവരുടെ പണം കൊണ്ടല്ല. കാരണം ഞാൻ കൊല്ലം തോറും വിദേശത്ത് പോകാറുണ്ട്. അവിടെ സെയിലിൽ സാധനങ്ങൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് മറ്റൊന്നും ആവശ്യമില്ല, വെള്ള സാരി മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് അത് വാങ്ങും, കാരണം അത് ഇവിടത്തേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് അവിടെ കിട്ടുന്നു. ഞാൻ തന്നെ പോയിട്ട് വാങ്ങിച്ചു കൊണ്ട് വരുന്നു. അതുമാത്രമല്ല, എൻ്റെ പണം കൊണ്ടാണ് വാങ്ങുന്നത്. നിങ്ങൾ ഇമ്പോർട്ടഡ് കാറിൽ യാത്ര ചെയ്തോളൂ, പക്ഷെ സ്വന്തം പണം കൊണ്ട് വാങ്ങിക്കൂ. ആരാ വേണ്ടെന്ന് പറഞ്ഞത്? ജനങ്ങളുടെ പക്കൽ നിന്ന് വാങ്ങുന്നു, എന്നിട്ട് പുറത്തു പറയും ഞാനൊരു സന്യാസിയാണെന്ന്. ഉള്ളിലാണ് ത്യാഗം കാണിക്കേണ്ടത്, പുറമേ കാണിക്കുന്നത് കൊണ്ട് എന്ത് വ്യത്യാസമുണ്ടാവാനാ? ഈ കാര്യം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. നിങ്ങളുടെ മനസ്സിൽ തോന്നും, നിങ്ങളുടെ പക്കൽ പണമുണ്ടെന്ന് പറയുന്നല്ലോ നിരുപാബഹൻ, അത് എവിടെ നിന്നാണ്? നിങ്ങൾക്കറിയില്ല, എൻ്റെ അടുത്ത് നിറയെ പണമുണ്ട്. എൻ്റെ അച്ഛൻ ഭയങ്കര പണക്കാരനായിരുന്നു. ഞാൻ ജനിച്ചപ്പോൾ പണം കൊണ്ട് അമ്മാനമാടി കളിച്ചിരുന്നു. അക്കാലത്ത് അദ്ദേഹം ഭയങ്കര കോടീശ്വരനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം എൻ്റെ ഷെയർ അദ്ദേഹത്തിൻ്റെ വിൽപത്രത്തിൽ പാർട്ട്ണർഷിപ്പിൻ്റെ ഷെയർ എൻ്റെ പേർക്ക് എഴുതിയിരുന്നു. ഇന്നും എനിക്ക് ആ ഷെയർ വരുന്നുണ്ട്. മനസ്സ് പരിശുദ്ധമായിരിക്കുന്നവർക്ക് എല്ലാം കൂടിക്കൊണ്ടേയിരിക്കും, ഒരിക്കലും കുറവുണ്ടാവില്ല. അച്ഛനിപ്പോഴില്ല, പക്ഷേ സഹോദരന്മാർ അയച്ചു തരും. അവർ പറയും, നിന്റെ ഷെയർ നിനക്ക് ഞങ്ങൾ അയച്ചു തരുന്നു. ഇതാണ് നിയമം. ഒരു വ്യക്തി പരിശുദ്ധതയോടെ ഇരുന്നാൽ ദൈവവും അവർക്ക് പരിശുദ്ധി നൽകും. ഒന്നും ആവശ്യമില്ലാത്തവർക്ക് എന്താണ് ആവശ്യമുള്ളത്? അവർക്കെല്ലാം മനസ്സ്, വാക്ക്, ചിത്തം ഇവ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. അതിനെ പബ്ലിക് ട്രസ്റ്റ് എന്ന് പറയുന്നു. പബ്ലിക് ട്രസ്റ്റ് ആർക്കെങ്കിലും സ്വന്തമാണോ? അല്ലേ? ഈ ദേഹം പോലും നമ്മുടേതല്ലെങ്കിൽ പിന്നെന്താണുള്ളത്? എന്നാലും പ്യൂരിറ്റിയുടെ നിയമം പാലിക്കണം. കാരണം ഇതു മുഖേന ബാഹ്യമായിട്ടെല്ലാം പരിശുദ്ധമായിരിക്കും, അതിൻ്റെ ഫലം മറ്റുള്ളവർക്കും ലഭിക്കാൻ ഇടയാവുന്നു. കാരണം നാം ഇംപ്യൂർ ആവുകയാണെങ്കിൽ നമ്മെ കാണുന്ന എല്ലാവരും തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കാൻ ഇടയാവും. എല്ലാവരും വാങ്ങണം എന്ന മോഹത്തിൽ വീണുപോകും. അങ്ങനെയെല്ലാം നാശത്തിലേക്ക് പതിക്കും. അധ്യാത്മത്തിലും ആത്മാവിലും മാത്രമല്ല, അവർക്ക് മതത്തിനെക്കുറിച്ച് പോലും ചിന്തിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് പ്യൂരിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ദാദാജിയുടെ ജീവിതത്തിലും അതാണ് ഉണ്ടായത്. അദ്ദേഹം അവസാന നിമിഷം വരെ അങ്ങനെ തന്നെ നടന്നു. വെറും 500 രൂപ കൊണ്ട് മാത്രം തൻ്റെ ചിലവ് നടത്തി. ട്രാവലിങ്ങിന് വേണ്ട പണവും അദ്ദേഹം തൻ്റെ ബിസിനസ്സിൽ നിന്നാണ് എടുത്തിരുന്നത്. കൂടുതലല്ല, എത്ര വേണം അത്രയേ അദ്ദേഹം എടുക്കാറുണ്ടായിരുന്നുള്ളൂ. അതിൽ കൂടുതൽ എടുക്കില്ല. സന്യാസിമാരുടെ ലക്ഷണം അതായിരിക്കണം. എപ്പോഴും സന്യാസിമാർക്ക് മുൻപുള്ളവരെ സത്പുരുഷന്മാരെന്ന് പറയും. സത്പുരുഷന്മാരെന്ന് പറയുന്നത് ആരെയാണ്? ഒരിക്കലും നശിക്കാത്ത ഒരു വസ്തുവുണ്ട്, അതാണ് ആത്മാവ്. ആത്മാവിനെയാണ് സദ് എന്ന് പറയുന്നത്. അതിനെ പ്രാപ്തമാക്കിയവരാരാണോ അവരെ സത്പുരുഷന്മാർ എന്ന് പറയുന്നു. സദ് ആത്മജ്ഞാനി. കൂടാതെ സത്പുരുഷന്മാരെ കിട്ടുക എന്നത് വളരെ കഠിനമാണ്, ആത്മപ്രാപ്തി നേടിയവരെ. എന്നാൽ ഈ കാലത്തും അങ്ങനെയുള്ളവരുണ്ട്. ശ്രീമദ് രാജേന്ദ്രൻ തുടങ്ങിയ പല സത്പുരുഷന്മാരുണ്ടായിരുന്നു. അവരെല്ലാവരും പ്യുവർ ആത്മാവിനെ പ്രാപ്തമാക്കിയവരാണ്. രമണ മഹർഷി പ്യുവർ ആത്മാവിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഇവരെല്ലാം വളരെ ഉന്നതരായവരാണ്. ഇത്തരം സത്പുരുഷന്മാരെ ലഭിക്കുകയാണെങ്കിൽ നമുക്കും അവരുടെ പക്കലെത്തിയാൽ പല നന്മകളും ഉണ്ടാവും. എന്നാൽ നമുക്ക് എവിടെ നിന്നാണ് ആത്മപ്രാപ്തി ലഭിക്കുന്നത്? ജ്ഞാനി പുരുഷന്മാരുടെ അടുത്ത് നിന്നാണ്. സത്പുരുഷന്മാരെക്കാൾ മുന്നിലാണ് ജ്ഞാനി പുരുഷന്മാർ. സത്പുരുഷന്മാരെക്കാൾ ആത്മപ്രാപ്തി ജ്ഞാനി പുരുഷന്മാർക്കാണ് ഉണ്ടാവുക. ജ്ഞാനി പുരുഷന്മാരെന്നാൽ ഈ കാലത്ത് ദാദാജി ഉണ്ടായിരുന്നു. 1988 അദ്ദേഹം മരിച്ചത്. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ട ശേഷമാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നാണ് എനിക്ക് ആത്മാവ് പ്രാപ്തമായത്. ജ്ഞാനി പുരുഷന്മാരുടെ ലക്ഷണം വേറെയായിരിക്കും. അവർക്ക് ഈ ലോകത്തിലെ യാതൊന്നും ആവശ്യമുണ്ടായിരിക്കില്ല. പണം ആവശ്യമില്ല, ബഹുമാനം ആവശ്യമില്ല, കീർത്തി ആവശ്യമില്ല, ശിഷ്യന്മാരെ ആവശ്യമില്ല, യാതൊന്നും ആവശ്യമില്ല, വസ്തുക്കൾ ആവശ്യമില്ല. ചെറുപ്പത്തിൽ തന്നെ അവർ ശുദ്ധ ബ്രഹ്മചര്യത്തിലായിരിക്കും. മനസ്സ്, വാക്ക്, ചിത്തം, അവരുടെ ബ്രഹ്മചര്യത്തിൻ്റെ വൈബ്രേഷൻസ് എല്ലാം പലരെയും ബ്രഹ്മചര്യത്തിലേക്ക് പ്രവേശിക്കാൻ പ്രേരണ നൽകാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം പരിശുദ്ധമായ ബ്രഹ്മചര്യത്തിലായിരുന്നു, വളരെ ചെറുപ്പം മുതൽക്ക് തന്നെ. 30 വയസ്സിന് മുൻപ് തന്നെ അദ്ദേഹം ബ്രഹ്മചര്യത്തിലേക്ക് കടന്നിരുന്നു എന്ന് പറയാം. അദ്ദേഹത്തിന് 49ാമത്തെ വയസ്സിലാണ് ആത്മജ്ഞാനമുണ്ടായത്. 50ാമത്തെ വയസ്സിലായിരുന്നു 1958 സൂറത്ത് റെയിൽവേ സ്റ്റേഷനിലിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ജ്ഞാനം പ്രകടമായത്. ആ ജ്ഞാനം അദ്ദേഹം എല്ലാവർക്കും 2 മണിക്കൂർ കൊണ്ട് കൊടുത്തു. എനിക്കും അങ്ങനെയാണ് ജ്ഞാനം കിട്ടിയത്. അതിനു മുൻപ് എനിക്കൊന്നും അറിയില്ലായിരുന്നു. മതത്തെക്കുറിച്ച് അറിയാത്ത എനിക്ക് ആത്മാവിനെക്കുറിച്ച് എന്താണ് അറിയാൻ? എന്നാൽ ജ്ഞാനി എന്ന് പറഞ്ഞാൽ ഇതാണ് ജ്ഞാനി. അവർക്ക് പാറയെയും ഭഗവാനാക്കാൻ സാധിക്കും. ഞാൻ പാറ പോലെയായിരുന്നു. എന്നിൽ അദ്ദേഹമാണ് പരിവർത്തനം ഉണ്ടാക്കിയത്. ഇതുപോലെയുള്ള ജ്ഞാനികൾ എന്നെങ്കിലും ഒരിക്കലേ ഉണ്ടാവൂ, 1000 വർഷത്തിലൊരിക്കൽ. അവരുടെ ജ്ഞാനം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ നമുക്കും അത് പ്രയോജനപ്പെടും. അതുപോലെ തന്നെ ശ്രീമദ് രാമചന്ദ്രൻ ജ്ഞാനി പുരുഷന്റെ വ്യാഖ്യാനം ഇതാണ്: അവർ ആത്മാവിനെ എപ്പോഴും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അവർക്ക് കുടുംബചിന്തയില്ല, തൊഴിലിനെക്കുറിച്ചുമില്ല, ആന്തരിക ജ്ഞാനം മാത്രം ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അവർ. വാക്കിലും പ്രവൃത്തിയിലും ക്രിയയിലായാലും യാതൊരു പിഴവും അവർക്ക് ഏർപ്പെടുന്നതല്ല. അനുഭവത്തിൽ തീർച്ചയായും അവരത് വെളിപ്പെടുത്തുന്നതാണ്. അങ്ങനെയുള്ളൊരു സത്പുരുഷനെ കിട്ടണം. കാരണം അവരുടെ പക്കൽ സകല സദ്ഗുണങ്ങളും ഉണ്ടായിരിക്കും. അതുപോലെയുള്ള സത്പുരുഷന്മാരെ കിട്ടിയാൽ അവരുടെ പാദങ്ങളിൽ നിങ്ങളുടെ സർവസ്വവും കാഴ്ചവെച്ചിട്ട് നിങ്ങൾക്ക് മോക്ഷം ലഭിച്ചില്ലെങ്കിൽ എൻ്റെ പക്കൽ വരൂ, ഞാനത് ഉറപ്പായി നൽകുന്നതാണ്. അങ്ങനെയുള്ള ഒരു സത്പുരുഷന്റെ, ജ്ഞാനി പുരുഷന്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും യാതൊരു സംശയവുമില്ലാതെ നിങ്ങൾക്ക് മോക്ഷം ലഭിക്കുന്നതാണ്. അതും വെറും 1-2 മണിക്കൂറിനുള്ളിൽ. അങ്ങനെയുള്ള ഒരു ജ്ഞാനിയെ തേടൂ. എനിക്ക് ദാദാജിയെ കിട്ടി, അതുപോലൊരു ജ്ഞാനിയെ നിങ്ങളും തേടൂ. എനിക്ക് ജ്ഞാനിയുടെ പക്കൽ നിന്ന് കിട്ടിയ ജ്ഞാനമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലെ ദീപത്തിന് വെളിച്ചം വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് നേരിൽ വരേണ്ടതാണ്. കാരണം ദാദാജിയുടെ വിളക്ക് 1958 പ്രകാശിച്ചത്. അദ്ദേഹത്തിൻ്റെ വിളക്കിൽ നിന്ന് എൻ്റെ വിളക്ക് 1968 ഞാൻ കത്തിക്കുകയുണ്ടായി. നിങ്ങൾക്ക് വേണമെങ്കിൽ വിളക്കും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരാം, നിങ്ങളുടെയും വിളക്ക് പ്രകാശിക്കും. ജയ് സച്ചിദാനന്ദ.